എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇവിടെ ചേട്ടനോട്. കാരണം ഇവിടെ വെച്ച് ചോദിച്ചാലേ അതിന് കറക്റ്റ് മറുപടി പറയത്തുള്ളൂ. റിയാലിറ്റി ഷോ ജഡ്ജാണോ? ജഡ്ജിയില്ല കേട്ടോ. എന്റെ പേര് ചേട്ടന്റെ ഫോണിൽ എങ്ങനെയാ സേവ് ചെയ്തിരിക്കുന്നത്? ഭാര്യ ആര്യ എന്നാണ് എന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത്. ഭാര്യ ആര്യ എന്ന് പറയുമ്പോൾ വേറെ വല്ല ഭാര്യമാര് നിലവിലുണ്ടോ? ഒരുപാട് ഭാര്യമാരുള്ളതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ അടിക്കാൻ. ഒരുപാട് ഭാര്യമാരോ? ദിവസം ഞാൻ യൂണിഫോം കഴിക്കപ്പെടും 3-4 നീളമുള്ള മുടിയുടെ കണ്ടു. അപ്പൊ അത് ചേട്ടന്റെ തലയിൽ മുടി ഒട്ടും പൊതുവേ ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ മുടിയുടെ വന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചേച്ചിയുടെ മുടിയാണെങ്കിലോ ഞാൻ പോകുന്നില്ലല്ലോ ഡ്യൂട്ടി. തിരക്കാകുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളുടെ കൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മുടി. ഇവിടെ കൂട്ടുകാരെ ഒത്തുകൂടലുണ്ടല്ലോ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഫ്രണ്ട്സ് എല്ലാം പരസ്പരം ചോറൊക്കെ വാരി കൊടുക്കുന്നു. പക്ഷെ എനിക്ക് ഇന്ന് അവരെ വെച്ചിട്ട് ചോറ് പെണ്ണുപിള്ളേ ശുദ്ധ തമ്മാടിത്തരം എന്ന് പറഞ്ഞ ചെറ്റത്തരായിട്ടുള്ള പരിപാടിയായി പോയി. ഇത് ഇത്രയും ഒരു പബ്ലിക് ഷോ ആയിട്ടുള്ള ഈ ഒരു ഷോയിൽ വന്ന് കണ്ട് നിങ്ങൾ ഇങ്ങനെ കൂടെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് നൽകുന്ന വില എത്രത്തോളം ആണെന്നുള്ളത് ഇതാ ഇന്ത്യയിൽ ഇവിടെ മനസ്സിലായി. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ സംശയങ്ങളാണ്. സംശയരോഗം വെച്ചുകൊണ്ട് ജീവിക്കുന്നത് കാരണം കൊണ്ടാണ് ഇതേമാതിരി സംശയങ്ങളൊക്കെ നേടുന്നത്. ഇത്രയും ആൾക്കാരെ അടിയിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ മാത്രമേ അതിന് ഉത്തരം പറയുള്ളൂ എന്നും പറഞ്ഞു കണ്ട് സ്വന്തം ഭർത്താവിനെ അവിടെ നിർത്തിക്കാണ്ട് നേടുന്നത് ഇങ്ങനെയൊക്കെ ഇവിടെ ചോദിക്കണത്. ആ ഒരു മനുഷ്യനെ അവിടെ കിടന്ന് കണ്ട് ഒരുക്കി ഇവിടെ പോയിട്ടുണ്ടാവും. എത്താലെ തീരെ ഒരു വിവരം എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. ഈ ഒരു പെണ്ണുമ്പിള്ളിന്റെ കൂട്ടത്തിലൊക്കെ ഒരു മനുഷ്യനുണ്ട് ജീവിക്കണത് നരക ജീവിതക്കാരൻ ഒരു പക്ഷെ അവിടെ ജീവിക്കണത്. അവിടെ പറയണ്ടല്ലോ ഒരുപാട് ഭാര്യമാരുള്ളത് കാരണം കൊണ്ട് എന്നുള്ളത്. 38 എന്താ അവിടെ പറഞ്ഞത്? ഒരുപാട് ഭാര്യമാരോ എന്നുള്ളത്. എന്തായാലും ഇത് കാണുന്ന നിങ്ങളെന്നെ ഒന്നും ഇവിടെ പറയും. ഈ ഒരു പെണ്ണുമ്പിള്ള ഈ ഒരു ഷോയിൽ ഇവിടെ വന്ന് കണ്ട് സ്വന്തം ഭർത്താവിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചത് ശരിയാണോ തെറ്റാണോ? അത് പെണ്ണുമ്പിള്ള നിങ്ങളോട് പറയുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരെ വെച്ചിട്ടാണ് ചോദിക്കുക. അല്ലാത്ത ഇത് മറ്റേ കുടുംബ കോടതിയും അല്ല മറ്റേ കഥയല്ല ജീവിതം എന്ന് പറയുന്ന പരിപാടി ഒന്നുമല്ല. ഇതൊരു കോമഡി പരിപാടിയാണ്. അവിടെയും വന്നിക്കാണ് ഇതേമാതിരിയുള്ള കോണോപ്പിലെ വർത്തമാനങ്ങൾ പറയാൻ നിങ്ങൾക്ക് തിന്നുന്ന ചോറാണോ അല്ല ആട്ടും കാട്ടായിട്ടാണോ? തലച്ചോറ് എന്നാണ് സാധനം ചെയ്യാം പെണ്ണുമ്പിള്ള.